ഞങ്ങള് പഞ്ചായത്ത് ചെട്ടി നമ്മുടെ മറിമായം ടീമിന്റെ പടം കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. സ്നേഹ പറഞ്ഞു. ഡയറക്ടർ സലീം ഹസനും മണികണ്ഠനും മറ്റേ മറിമായത്തിന്റെ ആൾക്കാർ തന്നെയാണ് ഫുള്ള്. റൈറ്റേഴ്സ് അവർ തന്നെ. സലീം ഹസൻ എന്താണ് അഭിപ്രായം? ആവറേജ്. ഞാൻ ആവറേജ് പറയും. കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ഞാൻ അവരുടെ ഫസ്റ്റ് സംരംഭം എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അത് ഏത് രീതിയിലാണ് പുറത്തേക്ക് വരുന്നത് കാണുന്ന ആൾക്കാരനുസരിച്ച് ഉണ്ടാവും. പിന്നെ പുതിയ ആൾക്കാരാണ് ഡയറക്ടർ. നമ്മൾ മറിമായം കണ്ടിട്ട് അതുപോലെയാണ്. മറിമായം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സെക്കൻഡുകളോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറുള്ള സാധനമാണ്. ഇതൊരു 2 മണിക്കൂറിന്റെ സിനിമ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫസ്റ്റത്തെ പഴപ്പഴകളും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ ഇങ്ങനത്തെ ആളുകളെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. എനിക്ക് മീഷോന്ന് മേടിച്ച മറിമായം പോലെ തോന്നിയത് ഉള്ള കാര്യം പറയുമല്ലോ. കാരണം മറിമായമായിട്ട് എന്തെങ്കിലും ഒരു കമ്പാരിസൺ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ അത് അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. കുറേ മറിമായത്തിലുള്ള പോലെ തന്നെ കുറച്ച് സോഷ്യൽ റെലവൻസ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ രീതിയിൽ അവർ ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് മറിമായത്തിൽ എന്താണോ കണ്ടുവന്നേ അതേ സാധനം തന്നെയാണ് ഇതിനകത്തും കാണാൻ പറ്റിയത്. ഒരു വ്യത്യാസമില്ല. ആൻഡ് സെക്കൻഡ് തിങ്, മറിമായം ടീം ഒരു സിനിമ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നാൾ വന്ന ഫാമിലി അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇരുന്ന് പറയുന്നത് ചിരിക്കാനില്ലേ, ചിരിയില്ലേ? ആ ഒരു ലേഡി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് അവര്. ഇതിനകത്ത് എനിക്ക് ഫണ്ണായിട്ടുള്ള ഒരു എലമെന്റോ അല്ലെങ്കിൽ ഇപ്പൊ മറിമായം കാണുമ്പോൾ നമുക്ക് വരുന്നൊരു ചിരി, ആ ഒരു സാധനം ഉണ്ട് നമുക്ക്. അത് ഇനി മാറി മാറി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പിന്നെ ഇരുന്നാലും കണ്ടാൽ ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട് മറിമായത്തിനകത്ത്. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഇത്ര ടൈം ഫ്രെയിമിൽ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഒരു സോഷ്യൽ റെലവൻസ് സാധനത്തിനെ കൊണ്ടുവന്നിട്ട് അതൊരു സർക്കാസം ആക്കുമ്പോൾ ഉണ്ടാവുന്നതായിരിക്കാം. അത് സിനിമയിലേക്ക് വരുമ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അരമണിക്കൂറിന്റെ അല്ലേ സംഭവം ടി വിയിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ സിനിമ ആകുമ്പോ 2-2.5 മണിക്കൂർ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അതാണ് ശരിക്കും. അതായത് അവർക്ക് പറയാൻ ഉദ്ദേശിച്ചത് അതാണ്. അതായത് ഒരു പ്രത്യേക മാറ്ററിനെ കുറിച്ചിട്ടാണ് മറിമായത്തിൽ സംസാരിക്കുന്നത്. ഒരു സിനിമയെ കുറിച്ചിട്ട് അത്രയും ലെങ്ത്തിൽ അത് കൊണ്ടുപോകും. അത്രയും ഒരു മാറ്റർ മാത്രമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പാകപ്പിഴവുകളായിരിക്കണം അത് വന്നിട്ടുള്ളത്. അതായത് പഞ്ചായത്ത് ചട്ടി മറിമായമല്ല ഫോർ മീ. എനിക്ക് മറിമായം ഈസ് എ ഡിഫറെന്റ് തിങ്. അതൊരു വേറെ ലെജൻഡ് സാധനമാണ് മറിമായം എന്ന് പറയുന്നത്. പഞ്ചായത്ത് ചട്ടി എന്ന് പറയുന്നത് അവർക്ക് സിനിമ ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് ഒരു സിനിമയിലേക്ക് വാട്ട്സ് നെക്സ്റ്റ് എപ്പോഴും ഈ മറിമായത്തിൽ ഇരുന്നാൽ പോരല്ലോ. അതിൽ തന്നെ കുറെ പേര് സിനിമയിലുള്ളവരാണ്, അഭിനയിക്കുന്നവരാണ്. പക്ഷെ എല്ലാരും കൂടി വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ എക്സ്പെക്ടേഷൻ ഒപ്പം എനിക്കറിയില്ല, എനിക്ക് ആ എക്സ്പെക്ടേഷൻ്റെ ഒപ്പം ഈ പടം വന്നിട്ടില്ല. കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് കുറെ സിനിമകളൊക്കെ ഇങ്ങനെ ഒരു ആവറേജ് ഫീലിരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ സിനിമ ഒട്ടും ഒരു ആവറേജും തന്നില്ല. എനിക്ക് ഒരു രീതിയിലും, ഞാൻ ടു ബി ഹോണസ്റ്റ് പറയാലോ, സ്ക്രീനിൽ നോക്കുമ്പോൾ തന്നെ എനിക്ക് ഇത് എപ്പോൾ തീരും എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് കിട്ടി. അത് അവർ അഭിനയത്തിന്റെ കുഴപ്പമോ അല്ലെങ്കിൽ അവര് എഡിറ്റർ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അത് സിനിമാറ്റോഗ്രാഫി മോശമായിട്ട് അങ്ങനെയല്ല. അതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. അതായത് ഒരു നാട്ടിലെ ഒരു മെമ്പർ, ആ മെമ്പർ എല്ലാ വള്ളിയും കയറി പിടിക്കും. ആ എല്ലാ വള്ളിയും കയറി പിടിക്കുന്ന മെമ്പറിന്റെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ആൻഡ് ആ പ്രശ്നങ്ങൾ എന്നൊക്കെ ആ മെമ്പറിനെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ആളുകൾ, പ്രശ്നത്തിൽ ഇടാൻ കുറച്ച് ആളുകൾ, പിന്നെ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് ഒട്ടും കണക്ട് ചെയ്യാത്ത ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടാവുള്ളൂ. ആ ഇൻസിഡന്റിന് മുകളിൽ വീണ്ടും ഈ മെമ്പറെ നല്ലവനാക്കുന്ന രീതിയിൽ ഇത് നമ്മൾ കുറേ കാലം മുമ്പ് കണ്ട പാറ്റേൺ ആണ്. അതായത് പഴയ വൈനെടുത്ത് പുതിയ കുപ്പിയിൽ വെച്ചാലും അഭിനയിച്ചതിനെ കുറിച്ചൊന്നും ഒന്നും പറയാനില്ല അല്ലേ. റോളുകള് അല്ല ഓബിയസ്ലി മറിമായം പറയുമ്പോൾ നമ്മളെല്ലാവരും ഫണ്ണായിട്ട് വിചാരിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ അയാളെ കോമഡികൾ കാണാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും. അയാൾക്ക് കോമഡി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ എനിക്ക് ഈ ഡയലോഗുകളൊക്കെ കേട്ടപ്പോൾ എന്താ വെച്ചാൽ നോർമലായിട്ട് നമ്മുടെ ഇടയിൽ സംസാരിക്കുന്ന ഡയലോഗ്സുകൾ തോന്നി കറക്റ്റ് ആയിട്ട്. അത് മറിമായത്തിൽ ഓൾറെഡി ഉണ്ട്, ഇതിലും അതേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ ഇടയിൽ സംസാരിക്കണം ആ ഒരു നോർമൽ ടോക്ക്, കാഷ്വൽ ടോക്കാണ് ഫുള്ള് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സ്പോട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മറിമായത്തിൽ കൂടെ ഒന്നും കൂടെ ആൾക്കാർക്ക് അത് സ്വന്തമായി തോന്നി. പിന്നെ അല്ല, സിനിമ എന്ന് പറയുമ്പോ അതിനാരും ലൈക്ക് ഇവരിപ്പോ സോഷ്യൽ റെലവൻസ് സാധനം കൊണ്ടുവരുമ്പോ അവർക്ക് എന്താണ്, ഞങ്ങൾ ഇന്ന കാര്യത്തിനാണ് സർക്കാസ്റ്റിക്കലി വിമർശിക്കുന്നത് എന്ന് പറയാം. സിനിമയിലേക്ക് വരുമ്പോൾ ആ കഥ എന്ന് പറഞ്ഞ സാധനത്തിന് ആളുകളായിട്ട് പക്കയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ആ കണക്ട് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഇവർ ഓൾറെഡി ചെയ്തു വെച്ച വർക്കിനേക്കാൾ മികച്ച് നിൽക്കണം എന്നുള്ള കുറേ ടാസ്കുകൾ ഇവർക്കുണ്ട്.
കുറെ ടാസ്ക് ഉണ്ട്. കാരണം ഇങ്ങനെ ടീമിന്റെ ഇന്ന് ഹൈ എക്സ്പെക്ടേഷൻ ആവും ആളുകൾ തിയേറ്ററിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിനാരിയോ ഉള്ളപ്പോ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. മേ ബി ഈ ട്രൈ അല്ല, ഇനി ഒരു 1-2 ട്രൈ ചെയ്ത്, സിനിമയല്ലേ 1-2 വട്ടം ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് മേ ബി അവർക്കൊരു ബെറ്റർ സാധനം പുൾ ഓഫ് ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റില്ല. സിനിമ എന്തൊക്കെയാണെങ്കിലും ഒരു സിനിമ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമുക്കത് അതിൽ ഇറങ്ങിപ്പോകും. ഒരു സിനിമയിൽ പല നമുക്കത് അങ്ങനെ സിനിമ ഒന്നുമില്ല. അതായത് ഈ സിനിമേനായിട്ട് നമ്മള് ഒരു രീതിയിലും തിയേറ്ററിൽ ഇരുന്നപ്പോൾ നമ്മളെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഈ സിനിമയായിട്ട് ഒരു രീതിയിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കണക്ട് ആവാൻ പറ്റിയില്ല ഒരു രീതിയിലും. ഇതിനിപ്പോ ഓക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളല്ലേ എന്നൊക്കെ ആണ് നടക്കുന്നത്, അതൊക്കെയാണ്. പക്ഷെ അത് സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഒട്ടും എനിക്ക് കൺവിൻസിങ് ആയില്ല. അല്ലെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ട് ഒരു സിനിമയ്ക്കുള്ളതായിട്ടുള്ള എലമെന്റുകളോ ഫ്ലേവറുകളോ ഒന്നും എനിക്ക് ആസ് എ പേഴ്സൺ എനിക്കത് മിക്സ് ആയി തോന്നിയില്ല. ഒരുപാട് ലാലേട്ടൻ സിനിമകളൊക്കെ വീണ്ടും ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന പോലെ തോന്നി. കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങൾ ലാലേട്ടൻ ചെയ്തു കഴിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ, അതല്ലാതെ പുതിയതായിട്ട് ഇതിലൊന്നും ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. പണ്ടത്തെ ശ്രീനിവാസന്റെ കഥാപാത്രം ഉണ്ട്, വലിയതും പോയി ഏറ്റെടുക്കും. എനിക്ക് ബാലേട്ടൻ്റെ ഒക്കെ പോലെയാണ് തോന്നിയത്. എന്തോ ഒന്നാമത് നമ്മള് ഞാൻ കുറെ ചിരിക്കാ വിചാരിച്ച് കയറി. സീരിയസ് ആയിട്ട് അല്ല ഈ സിനിമ ഒന്നില്ലെങ്കിൽ അവർക്ക് ഭയങ്കര അല്ല ഇവർക്ക് ഒന്നില്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കായിരുന്നു ഈ സിനിമ, അല്ലെങ്കിൽ ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ട് ഫണ്ണായിട്ട് ഇരിക്കായിരുന്നു. ചിരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിൽ മുഴുകിയിരുന്നുണ്ടായിരുന്നു. അപ്പൊ സിനിമയില് നമ്മള് വന്നിട്ട് നമുക്കൊരു ലാഭം ഉണ്ടെന്ന് തോന്നിയിരുന്നു. കാണാൻ കൂടി നേരെ കിട്ടിയില്ല. അപ്പൊ ഓക്കെ ഗൈസ്, റെസ്റ്റ് ഈസ് അപ് ടു യു. ഞാൻ പറഞ്ഞല്ലോ അവര് ഫസ്റ്റ് ട്രൈ എന്നുള്ള നിലയ്ക്ക് ഒരു സിനിമ അവര് വൃത്തിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിഷ്വലി അവരെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെരി അൺഫോർച്ചുനേറ്റ്ലി മറിമായം ടീമിനുള്ള ഒരു പാക്കേജ് ഉണ്ട്. അവർ മറിമായത്തിന്റെ ആളുകളാണ്. ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, അത് ഡെലിവർ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് മാത്രമേ ഈ സിനിമയ്ക്ക് ഒരു എന്താ പറയുക ആളുകളുടെ ഇടയിൽ ചർച്ച വരാൻ പോകുന്നുള്ളൂ. സിനിമയിൽ ഇതുവരെ അവസരം കിട്ടാതെ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടിയതായിട്ട് എനിക്കത് കണ്ടപ്പോൾ തോന്നി. കാരണം ഇതുവരെ നമ്മൾ സിനിമയെ കാണാത്തൊക്കെ ചിലപ്പോൾ ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അവരൊക്കെ ഒരു സിനിമയ്ക്ക് പിടിച്ചു കൊണ്ടുവന്നു അങ്ങനെ ഒരുപാട് അവസരം കിട്ടിയെന്നൊക്കെ എനിക്ക് തോന്നി. അതായത് നമ്മൾ മുന്നേ സിനിമ കണ്ടില്ല കുറേ ആളുകൾ. ബട്ട് സ്റ്റിൽ പ്രൊഡ്യൂസറെ ചൊട്ടി വരും. ഞാൻ തുറന്നു പറയാം, കാരണം എന്താ പറയാ പാടാണ്. അല്ല എന്നാലും ഒരു സിനിമയ്ക്ക് ഒരു കോസ്റ്റ് ഇല്ലേ, ഒരു സിനിമയ്ക്ക് ഒരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റിനോട് ഒട്ടും മീറ്റ് ചെയ്യില്ല. അത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അത് കോസ്റ്റ് ലൈക്ക് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ എന്ത് വരണം, കറങ്ങി വരണം. സ്ക്രിപ്റ്റ് ഒക്കെ ചിലപ്പോൾ അടിപൊളിയായിരിക്കും, അവർക്കത് ഫസ്റ്റ് ടൈം എടുത്തതിൻ്റെ ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ കണ്ടില്ല, ചില സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അടിപൊളിയായിരുന്നു, പിന്നെ സിനിമ ആയി വന്നപ്പോൾ പ്രശ്നം. ചിലപ്പോൾ അതോ അല്ല അവര് എക്സ്പീരിയൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇവര് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ സിനിമയിലേക്ക് അത് മാത്രമേ ഉള്ളൂ, ഒരു ലാർജർ സ്ക്രീനിലുള്ള സാധനം എഴുതിയിട്ടുള്ള സീരീസ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ സീരീസും സീരിയലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഇവർ തന്നെ ആവുമല്ലോ അതിലൊക്കെ ചെയ്യുന്നുണ്ടാവുക കൂടുതലും ഉള്ളത്. ഈ സലീം ഹസൻ പറഞ്ഞ പഞ്ചായത്ത് മെമ്പറായിട്ട് അഭിനയിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഓൾറെഡി മറിമായത്തില് അയാളുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്, എല്ലാവരും രസമുണ്ട് ഞാൻ പറഞ്ഞത്. സോ ടോട്ടൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം, ബട്ട് ഒരിക്കലും മറിമായം എക്സ്പെക്ട് ചെയ്ത് പോകരുത്. ഇത് മറിമായമല്ല.